ആരോഗ്യമന്ത്രി വീണ ജോർജ് പഴയ മാധ്യമ പ്രവർത്തകയായി ഒന്ന് മാറി. ഇന്നിപ്പോ വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവർ മന്ത്രി അല്ലാത്ത കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തിൽ അവരെ ക്രൂശിക്കാനുള്ള പരിശ്രമം മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുകയാണ്. വീണ ജോർജ് ആരോഗ്യമന്ത്രി അല്ലാതിരുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തു, അന്വേഷണം ആരംഭിച്ചു. ഒരു വീഴ്ചയെ സംബന്ധിച്ച് ആദ്യമായിട്ട് ആരോഗ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്തു. പക്ഷേ നമുക്കത് വിടാൻ പറ്റില്ലല്ലോ. കേരളത്തിൽ UDF അനുകൂലമായിട്ടുള്ള ജനകീയ വികാരം സൃഷ്ടിക്കാൻ വേണ്ടി മാപ്രകൾ പെടാപ്പാട് പെടുകയാണല്ലോ. അങ്ങനെയാണ് വീണ ജോർജിനെതിരെ കൂവൽ എന്ന രീതിയിൽ ഒരു വാർത്ത അടിച്ചങ്ങിറക്കി. അതിനെ മന്ത്രി നേരിട്ടൊരു രീതി ഉണ്ട്. നേരെ വാർത്ത കൊടുത്ത വ്യക്തിയെ, പ്രവീണ മോനെ നീ ഇതെന്ത് വാർത്തയാടായി കൊടുത്തേ എന്ന രീതിയിൽ വിളിച്ച് ചോദിക്കുന്നു. അവിടം തൊട്ട് ആ വ്യാജ വാർത്തയെ പൊളിച്ച രീതി ഒന്ന് നോക്കിയേ. ആരോഗ്യമന്ത്രിയെ കൂകി വിളിച്ച് പ്രവർത്തകർ, അങ്ങനാണോ പ്രവീണെ? ഇവിടെ സുരേഷ് കുമാർ സംസാരിച്ചപ്പോഴല്ലേ കൂവലുണ്ടായേ? നിങ്ങൾ ഇത്രയും മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പ്രവീൺ എങ്ങനെയാ വാർത്ത കൊടുത്തേ? ഇല്ല ഒന്നും വേണ്ട, അല്ല ഞാൻ ഒന്നും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണെ, വളരെ സ്നേഹത്തോടെ അല്ല ഇല്ലില്ല വേണ്ട, ഒന്നും വേണ്ട പ്രവീൺ അല്ല, ഞാൻ പ്രവീണിനോട് ചോദിക്കട്ടെ. പ്രവീൺ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രവീൺ എന്നെ അറിയാലോ. പ്രവീൺ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും അതിനു മുമ്പ് റിപ്പോർട്ടറിൽ വരുന്നതും ഒക്കെ എങ്ങനെയാന്ന് പ്രവീൺ അറിയാലോ. എന്തോ അവര് വരാൻ പറഞ്ഞാൽ മതി, കാണിച്ചു. ഏഷ്യാനെറ്റും നിങ്ങളും കൂടെ വന്നോളൂ, അവരും കൂടെ വന്നോളൂ, കാണിച്ചു. ഞാൻ മറുപടി പറയാലോ. അല്ലല്ല, അത് ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഏഷ്യാനെറ്റാണ് ഇടനില നിൽക്കുന്നത്. അല്ല ഇല്ലില്ല, ഇത് റിപ്പോർട്ടർ ചാനലല്ലേ? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ. പ്രവീൺ ഒന്ന് പറഞ്ഞോളൂ. അല്ല, റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തേക്കുവാ. അതിൽ ഞാൻ ഏഷ്യാനെറ്റിനോട് ചോദിച്ചില്ലല്ലോ. ഞാൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നതിന് ഏഷ്യാനെറ്റ് എന്ത് അസ്വസ്ഥതയാവുന്നത്? അതിലേ പിന്നെ ഇവിടെ സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴല്ലേ കൂവി വിളിച്ചേ? പക്ഷേ റിപ്പോർട്ടറിന്റെ ബ്രേക്കിക്ക് പോകുന്നത് ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നാണോ? ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളേലും സംസാരിച്ചോ? ചാനൽ ചാനൽ കൊടുക്കുന്നതായിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഇട്ടയച്ചു തന്നതാണ്. പ്രവീൺ ആ സത്യം ഒന്ന് ചാനലിന് പറഞ്ഞു കൊടുക്കൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇല്ല ഒരു കാര്യം ഇല്ലേ, ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രവീൺ സത്യം പറയട്ടെ. സത്യം പറ. നോക്കൂ, അല്ല എന്നെ ആരെങ്കിലും കൂവി വിളിച്ചില്ലല്ലോ. ഒരാള് കൂവി വിളിച്ചില്ല. ഞാൻ സംസാരിച്ചപ്പോ ഇവിടെ ഒരാള് സംസാരിച്ചോ? നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇവിടെ നിർത്തി സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ. അതില്ല, അതെ സത്യം, അത് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ പറയും. അവർ UDF കൗൺസിലർമാർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിനുശേഷം അവർ കൂകി വിളിക്കുന്നു. പക്ഷേ ചാനലിൽ വന്ന വാർത്ത ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർന്ന തെറ്റായ വാർത്തയാണ്. ദയവായിട്ട് തിരുത്തണം. ഇത് ലൈവായിട്ടുണ്ടെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കണം. ഇത് ഒരു സമാധാനപരമായി നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗം എന്തിനാണ്? സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രിയും ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആലോചിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ്
ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവർക്കെതിരെ കൂവി വിളിച്ചത്. പക്ഷെ വാർത്ത ചാനലിൽ സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത്? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നുള്ളതാണ്. തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കരുത്. കൂവി വിളിച്ചെന്ന് പറയുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ, അങ്ങനെ സംഭവിക്കാത്ത കാര്യം പ്രവീൺ ഇപ്പം അത് പറഞ്ഞു. പ്രവീൺ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു. അതെ 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 പ്രവീൺ ഇപ്പൊ സത്യം അതെ പ്രവീൺ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞു. അപ്പോൾ അത് പ്രവീണിൽ കൊടുത്ത വാർത്തയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ അത് തിരുത്താനായിട്ട് പറയണം എന്നുള്ളതേ ഉള്ളൂ. മറ്റു ചാനലിൽ കണ്ടില്ല, എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതേ ഉള്ളൂ. പത്തനംതിട്ടയിലെ പ്രവീൺ എന്ന റിപ്പോർട്ടർ ആ വാർത്ത കൊടുത്തിട്ടില്ല. വാർത്ത കൊടുത്തത് ഡെസ്കിലിരുന്നവരാണ്. ഏഷ്യാനെറ്റ് ഒരു വാർത്ത അടിച്ചു കൊടുത്താൽ സ്വാഭാവികമായി നമ്മളും കൊടുക്കണമല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് കൗൺസിലർക്കെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ അവിടെ പരിഹാസവും കൂവലും ഉയർത്തിയതിനെ ആരോഗ്യമന്ത്രിയുടെ തലയിലേക്ക് അങ്ങ് ചാരി. ചിലർക്കൊരു നിർവൃതിയാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടറെ കൊണ്ട് തന്നെ വസ്തുത മന്ത്രി ചോദിച്ചു പറയിച്ചത്. ഇതും പോരാഞ്ഞിട്ട് ഏഷ്യാനെറ്റിനും കൊടുത്തു നല്ലൊരു ഡോസ്. ഏഷ്യാനെറ്റിന് അതൊരു ആവശ്യമാണ്. അക്കാര്യത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും ചൊറിച്ചിലും തീർക്കാവുന്നതേ ഉള്ളൂ. കാര്യം VD സതീശനൊക്കെ ചെയ്യുന്ന പോലെ കൈരളി ചാനലിലെ നിങ്ങളെ ചോദ്യത്തിന് മറുപടിയില്ല, റിപ്പോർട്ടർ ചാനലിലെ നിങ്ങളെ ചോദ്യത്തിന് മറുപടിയില്ല എന്നൊക്കെ പറയുന്ന പോലെ മനോരമയ്ക്ക് ഏഷ്യാനെറ്റിനും ഇനി മറുപടിയില്ല എന്ന് ഒരു തീരുമാനം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ മനോരമ UDFന്റെ ഏജന്റ് ആണോ എന്ന തരത്തിൽ ശക്തമായിട്ടുള്ള മറുപടി കൊടുത്ത വീണ ജോർജ് പഴയ മാധ്യമ പ്രവർത്തകയുടെ ഉശിര് മന്ത്രിപദത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്ന് എടുത്തു. കാര്യങ്ങളെല്ലാം ശുഭം. അപ്പോ നമുക്ക് സംഘാടക സമിതി തുടരുകയാണ് ചെയ്യുന്നത്. ചെയ്യാം. ഏഷ്യാനെറ്റ് ഇടനില നിൽക്കുന്നുണ്ടോ UDFന്റെ? ഇല്ലല്ലോ. അന്നേരം പറയാം. സുരേഷ് കുമാറിന്റെ വക്കാലത്തായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത്. അന്നേരം എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയേണ്ട ആവശ്യമില്ല. അത് നേരിട്ട് വന്ന് ചോദിച്ചാൽ മറുപടി അല്ല, ഏഷ്യാനെറ്റ് ഇടനില നിൽക്കേണ്ട UDFന്റെ കേട്ടോ. നിങ്ങൾ വരൂ, ഞാൻ കാണിച്ചു തരാം പൂർത്തിയായ പദ്ധതി കേട്ടോ. നിങ്ങളുടെ ഇതേ ആളുകളല്ലേ അപ്പുറത്ത് പൂർത്തിയായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ ആന്റോ ആന്റണിയുടെ? 3 കല്ലിട്ട കല്ല് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കണ്ടേ? ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിന്റെ പേര് കൃഷ്ണമോഹൻ. അപ്പോ അവരുടെ പൂർത്തിയാകാത്ത പദ്ധതിയും തുടങ്ങാത്ത പദ്ധതിയും UDF കല്ലിട്ടതാണ് അല്ലേ? അല്ലേ? ആണോ കൃഷ്ണമോഹൻ? അല്ല, UDFന് സ്റ്റേഡിയത്തെ കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത്? 15 വർഷം കേരളത്തിന്റെ ബഹുമാന്യരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് കല്ലിടിയിപ്പിച്ച സ്റ്റേഡിയം എവിടെ? കൃഷ്ണമോഹൻ എന്റെ കൂടെ ഒന്ന് വന്ന് കാണിച്ചു തരാമോ? ആ കല്ല് നമുക്ക് രണ്ടും കൂടെ ആളെ നിർത്തി ഒന്ന് കുഴിച്ചിളക്കാം അവിടുന്ന്. ആ 3 കല്ല് അവിടെ കിടപ്പുണ്ട്. അല്ല, UDFനോട് ഞാൻ ചോദിച്ചു, വേദിയിൽ തന്നെ ചോദിച്ചല്ലോ. അപ്പോൾ അവർക്ക് ബാക്കി മറുപടികൾ കേൾക്കണമായിരുന്നെങ്കിൽ അവരുടെ നിൽക്കണമായിരുന്നു. അവരാലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യോഗം വിളിച്ചു ചേർത്തത്. അപ്പൊ അവരിതിൽ യോഗത്തിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾക്ക് മറുപടി പറയും. ആടിനെ പട്ടിയാക്കുന്ന മാധ്യമ പ്രവർത്തനം അവരുടെ ലക്ഷ്യം വീണ ജോർജ് ആണ്. ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മാധ്യമ മേഖലയിൽ നിന്ന് എത്തിപ്പെട്ടൊരു സ്ത്രീ അവർ വല്ലാതെ ആ മേഖലയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലെ ആ ചൊറിച്ചിലും അസൂയയും എങ്ങനെ തീർക്കാം? എല്ലാം കൊണ്ടുവന്ന് മന്ത്രിയുടെ തോളിൽ ചാരി അവരെ മുൻനിർത്തിക്കൊണ്ട് വലിയ ചർച്ചയും അധിക്ഷേപവും ഉന്നയിക്കാം. ബേസിക്കലി ഏത് മന്ത്രി ആ കസേരയിൽ ഇരുന്നാലും നേരത്തെ വീണ ജോർജ് പറഞ്ഞ പോലെ ആ മന്ത്രിയല്ല സർജറി ഒന്നും ചെയ്യുന്നത്. ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇനി ആരവിടെ മന്ത്രിയായിട്ടിരുന്നാലും, അത് സതീശനോ ചെന്നിത്തലയോ KC വേണുഗോപാൽ ഇരുന്നാലും ഈ ഡോക്ടർമാരും മനുഷ്യരാണ്. അതിൽ ചിലർ അലസതയോടുകൂടി പെരുമാറുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാം. അതുകൊണ്ട് ആ വീഴ്ചയെ മന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവരെ വെള്ളപൂശിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ അടിക്കുക, അവരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുക, അവരുടെ ജനകീയ പിന്തുണ ഇല്ലാതാക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുത്തു. പക്ഷെ എന്നിരുന്നാലും തീരില്ല. ആരോഗ്യമന്ത്രി എങ്ങനെയും ജനത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കണം. ആ മാധ്യമ പ്രവർത്തനത്തിലാണ് ഇന്നിപ്പോ ഈ രീതിയിൽ ഉശിരമായി മന്ത്രി വീണ ജോർജ് നേരിട്ടത്. ആ രീതിയിൽ തന്നെയാണ് മനോരമയും ഏഷ്യാനെറ്റിനെയും വരും ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ചൊറിച്ചിലങ്ങ് അവസാനിക്കും. കൈരളിയെ മാറ്റി നിർത്തുമ്പോൾ ഇവർക്ക് പ്രശ്നമില്ലാത്ത പോലെ തന്നെ മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും മറുപടിയില്ല എന്നൊരു തീരുമാനം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ആ കച്ചവടം ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് നാട്ടുകാർക്ക് കാണാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതിലൊന്ന് ഒരുമ്പിട്ടിറങ്ങിയാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്.